നമ്മുടെ ലോസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്? നിയമങ്ങളെ അതൊക്കെ ആരാ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അറിയോ? അതൊക്കെ നമുക്ക് പോകെ പോകെ നോക്കാം. അപ്പൊ എല്ലാരും സെറ്റ് ആയിട്ടല്ലേ ക്ലാസ്സിലുള്ളത്? യെസ് യെസ് യെസ്, എല്ലാരും വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാരും വന്നില്ലടാ? യെസ്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ മിസ് തുടങ്ങട്ടെ? യെസ്, വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പാർലമെന്റ് ആൻഡ് ദ മേക്കിംഗ് ഓഫ് ലോസ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർലമെന്റിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ കുറച്ച് നിയമങ്ങളെ കുറിച്ചിട്ടും നമ്മുടെ ലോക്സഭയെ കുറിച്ചും രാജ്യസഭയെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഈ ചാപ്റ്ററിന് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സെഷനോടുകൂടെ നമ്മൾ ഈ ഒരു എൻ്റെ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടാ. ഇപ്പൊ എല്ലാവരും റെഡി അല്ലേ? റെഡി ആണെങ്കിൽ മിസ്സേ ഞാൻ റെഡി ആണെന്ന് പറഞ്ഞ് കമന്റ് ചെയ്ത് നിങ്ങൾ എത്ര പേര് കമന്റ് ചെയ്യുന്നു നോക്കട്ടെ. മിസ് എല്ലാവരും അടിപൊളിയായിട്ട് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നില്ലേ? സെറ്റ് ആയിട്ട് ഇരിക്കുന്നില്ലേ? നിങ്ങളെ കമന്റ്സ് ഒക്കെ ഒന്ന് മിസ് നോക്കട്ടെ. എത്ര പേര് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് നോക്കണല്ലോ. ഓക്കെ, യെസ് യെസ് യെസ്, വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാരും വന്നോടാ? എല്ലാരും വന്നോ? ഓക്കെ, സ്കൂളിൽ ഈ ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞില്ലേ? നമുക്ക് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ ഇത്. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോവാണ്. എല്ലാവരും റെഡി അല്ലേ? യെസ്, റെഡി എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ നോക്കട്ടെ എത്ര പേരുണ്ട് എന്നുള്ള. യെസ് യെസ് യെസ്, എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. യെസ്, ഹൗ ആർ യു മാം എന്ന് ചോദിക്കുന്നുണ്ട്. ഫൈൻ ഡിയേഴ്സ്, മിസ് സുഖമായിരിക്കുന്നു. എന്റെ മക്കൾ എല്ലാവരും സുഖമായിട്ടും സെറ്റ് ആയിട്ട് ഇരിക്കാന്ന് മിസ് വിശ്വസിക്കാം കേട്ടോ. ഓക്കേടാ, പാർലമെന്റ് ആൻഡ് ദ മേക്കിംഗ് ഓഫ് ലോസ് എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു ചാപ്റ്ററിൽ മക്കള് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാ നമുക്ക് നോക്കിക്കേടാ. ശ്രദ്ധിക്കണേ. വി വിൽ ട്രൈ. ഈ പെന്നിന്റെ കളർ രസമില്ലേ? നമുക്ക് വേറെ ഒരു കളർ യൂസ് ചെയ്യാടാ. ഓക്കെ, ശ്രദ്ധിച്ചോടെ. ഇവിടെ നോക്കണേ. We will try to see how the parliament enables citizens of India to participate in decision making and control government, thus making it the most important symbol of Indian democracy and the key feature of the constitution. എന്താണ് ഇവിടെ പറയുന്നത്? എന്താടാ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താ? We will try to see how the parliament enables citizens to India to participation decision making. അതായത് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഭരണം നടക്കുന്നുണ്ട്. നമുക്കറിയാം ഇന്ത്യയിൽ എന്താണ്, ഇന്ത്യയിൽ എല്ലായിടത്തും ഒരു ഭരണം നടക്കുന്നുണ്ട് അല്ലെ? ഡെമോക്രസി നടക്കുന്നുണ്ട്. എല്ലായിടത്തും ഡെമോക്രസി അല്ല, പക്ഷെ ഇന്ത്യയിൽ എന്താ, ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റാണ്. സോ എങ്ങനെയാണ് അവിടെ ജനങ്ങൾ എങ്ങനെയാണ് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിപ്പോ നോക്കും? ഈ ഒരു ചാപ്റ്റർ നോക്കും. അതേപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ കീ ഫീച്ചറാണ് നമ്മളെ സിറ്റിസൺസ് എന്താണ് ഇന്ത്യൻ ഡെമോക്രസിയുടെ ഭാഗമാകുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ഭാഗമാകുന്നതൊക്കെ നമുക്ക് നോക്കിയാലിടാം. ഓക്കെ അല്ലേ? യെസ്. വൈ ഷുഡ് പീപ്പിൾ ഡിസൈഡ്? എന്തിനാണ് പീപ്പിൾ ഡിസൈഡ് ചെയ്യണമെന്ന് പറയുന്നത്? അതായത് കുറച്ച് പീപ്പിൾ എന്ന് ഇൻ ദ സെൻസ് ഉദ്ദേശിക്കുന്നത് ഒന്നോ രണ്ടോ ആളുകൾ ചേർന്ന് ഡിസൈഡ് ചെയ്താൽ പോരെ. എന്തിനാണ് എല്ലാവരും ചേർന്ന ഈ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ തന്നെ ആളുകളെ സെലക്ട് ചെയ്യണമെന്ന് പറയാൻ കാരണം എന്താ? അതെന്താണെന്ന് നോക്കിയാലോ? യെസ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Prior to gaining the independence from the British colonial rule, August 15, 1947, the Indian public was not allowed to make their own decision. എന്താടാ, ഒരു സമയത്ത് നമ്മൾ ആരുടെ കോളനി ആയിരുന്നു? ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നു. ആ ഒരു സമയത്ത് നമുക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നടപ്പാക്കാനോ ഉള്ള യാതൊരു അവകാശങ്ങളും ഉണ്ടായിരുന്നില്ല. എന്തുണ്ടായിരുന്നില്ല? യാതൊരു അവകാശങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങിയടാ? നമുക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? അവിടെ നമ്മളെ അവകാശങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പറയണം അല്ലേ? The British government controlled everything and people were afraid to criticize any government decision. അതായത് ബ്രിട്ടീഷുകാര് നമ്മളെ ഭരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റില്ലായിരുന്നു. എന്തുകൊണ്ടാ? നമുക്ക് പേടിയായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യോ അല്ലെങ്കിൽ നമ്മളെ തീരുമാനങ്ങൾ അവരെന്തെങ്കിലും മുഖവിലേക്ക് എടുക്കുവോ, അങ്ങനെയുള്ള ഒരുപാട് പേടികൾ നമുക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴായാലും നമ്മൾ അങ്ങനെയല്ലടാ. സ്കൂളിൽ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ എല്ലാ മിസ്സുമാരോടും നല്ല, പക്ഷെ ചില മിസ്സുമാരോട് പറയാൻ എല്ലാവർക്കും ഒരു പേടിയായിരിക്കില്ലേ? മിസ് എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ അവരെന്നെ ചീത്ത പറയോ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവോ, അങ്ങനെ ഒരുപാട് തോട്ടുകൾ നമ്മളെ മനസ്സിലുണ്ടാവും അല്ലെ? അതേപോലെ തന്നെയായിരുന്നു ഇവിടെയും ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച സമയത്ത് നമ്മുടെ ഇന്ത്യക്കാരുടെ അവസ്ഥ.
അപ്പം ഗവൺമെന്റ് ചെയ്യുന്ന തെറ്റുകൾ എന്താ, ക്രിട്ടിസൈസ് ചെയ്യാനും ഇങ്ങനെ പാടില്ല എന്ന് പറയാനും നമുക്ക് എന്തായിരുന്നു, പേടിയായിരുന്നു. ആഫ്റ്റർ ഓൾ എന്തായിരുന്നു, ധൈര്യമില്ലായിരുന്നു നമുക്ക് പറയാം അല്ലെ. യാതൊരു തരത്തിലുള്ള ഒരു ധൈര്യവും കാര്യങ്ങളും അന്ന് ആ സമയത്ത് നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? People were not allowed to make their own decision, faced danger when criticizing government decisions. ആളുകൾക്ക് ഭയമായിരുന്നു എടാ, ഗവൺമെന്റ് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്ന സമയത്ത് അത് തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആളുകൾക്കൊരു ഭയമായിരുന്നു. ഇവരെന്ത് പറയും, എങ്ങനെ ചിന്തിക്കും, അല്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കുവോ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്തിരുന്നു ആ സമയത്ത് നമ്മൾ നേരിട്ടിരുന്ന കാര്യങ്ങളാണ്. ഇവിടെ ശ്രദ്ധിച്ചേ, under colonial rule, the Indian public did not have the right to choose their own representative and make their own decision. കൊളോണിയൽ ഭരണകാലത്ത് ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ റെപ്രസെന്റേറ്റീവിനെ ആ ഒരു ഭരണത്തിലേക്ക് കൊണ്ടുപോകാനോ നമ്മളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനോ ഉള്ള അവകാശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. Those who spoke out against the government were at risk facing consequences which include the imprisonment or physical harm. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാല് അവർ നമ്മൾ എന്ത് ചെയ്യും, ഉപദ്രവിക്കും അല്ലേ, ജയിലിൽ കൊണ്ടിടും, ഇംപ്രിസൺ ചെയ്യും, ദെൻ ഹാം ചെയ്യും, നമ്മൾ അറ്റാക്ക് ചെയ്യും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തു ചെയ്തു, പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നത്? ഫ്രീഡം മൂവ്മെന്റ് അല്ലേ, ഫ്രീഡം മൂവ്മെന്റ് ഓൺ ഓഗസ്റ്റ് 15, 1947 ചേഞ്ച് സിറ്റുവേഷൻ. അപ്പൊ എല്ലാ കാലവും നമ്മൾ ഒന്നൊരു രീതിയിലായിരിക്കില്ല, എല്ലാ കാലവും നമ്മൾ ഒരുപോലെ ആയിരിക്കില്ല. എന്താണ് ഇവിടെ പറയുന്നത് അല്ലെ, എന്താണ് ഇവിടെ പറയുന്നത്? എല്ലാ കാലവും നമ്മൾ ഒരുപോലെ ആയിരിക്കില്ല. അപ്പൊ നോക്കിക്കേ, സിറ്റുവേഷൻ ചേഞ്ച് ആവാൻ തുടങ്ങി, സാഹചര്യങ്ങൾ എന്ത് ചെയ്തു, മാറി മറിയാൻ തുടങ്ങി. എന്ന് മുതൽ ആ സാഹചര്യങ്ങൾ മാറി മറിയുന്നത്? ഓഗസ്റ്റ് 15, 1947 മുതലാണ് സാഹചര്യങ്ങൾ മാറി മറിയുന്നത്. എന്തായിരുന്നു എടാ ഓഗസ്റ്റ് 15, 1947 പ്രത്യേകത? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അത്രയും കാലം കൊളോണിയൽ ഭരണത്തിൽ ജീവിച്ച നമ്മൾ എന്ത് ചെയ്തു, സ്വന്തമായിട്ട് നമുക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സമയം വന്നെടുത്തു അല്ലെ. യെസ്, ഇവിടെ നോക്കിയടാ, ദ ഫ്രീഡം മൂവ്മെന്റ് ആൻഡ് Indian independence from British colonial rule changed the situation. With independence, Indians gained the right to choose their own representatives and make their own decision. അങ്ങനെ 1947 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ എന്ത് ചെയ്തു, ഫ്രീ ആയി. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അല്ലെ അക്ഷയ്? യെസ്, നമ്മ ഇന്ത്യക്ക് എന്തു ചെയ്തു, സ്വാതന്ത്ര്യം കിട്ടി. അപ്പൊ ഇതിന് ശേഷം എന്താ നടക്കുന്നത്? നമുക്ക് നമ്മുടെ റെപ്രസെന്റേറ്റീവിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയുള്ള അവകാശങ്ങൾ, നമുക്ക് എന്ത് തീരുമാനിക്കാം, ഡിസിഷൻസ് എടുക്കാം, നമുക്ക് എന്താ തീരുമാനങ്ങൾ കൈകൊള്ളാനുള്ള ഒരു അവകാശം ഓഗസ്റ്റ് 1947 ആയപ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്തു, വന്നു. നോക്കിക്കേ, സിറ്റിസൺസ് ഹാവ് ദ റൈറ്റ് ടു ചൂസ് ദർ റെപ്രസെന്റേറ്റീവ്സ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ റെപ്രസെന്റേറ്റീവ്സ് അവിടെ ചൂസ് ചെയ്യാമെടാ. ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി, നമുക്കറിയാം നമ്മുടെ കൺട്രി എന്താ, ജനാധിപത്യ രാജ്യമാണ്, ഡെമോക്രാറ്റിക് കൺട്രിയാണ് അല്ലേ. സിറ്റിസൺസ് ഹാവ് ദ റൈറ്റ് ടു ചൂസ് ദർ റെപ്രസെന്റേറ്റീവ്സ്. സിറ്റിസൺ എന്താ, അവരെ റെപ്രസെന്റേറ്റീവിനെ ചൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ത്രൂ ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ. എന്താണ് ഫ്രീ ആയിട്ടും ഫെയർ ആയിട്ടും നടക്കുന്ന എലക്ഷനിലൂടെ ഓരോ സിറ്റിസണിനും നമുക്ക് ഏത് സിറ്റിസനെയാണോ വേണ്ടത് അവർ ചൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് എവിടെയുണ്ട്, ഡെമോക്രാറ്റിക് കൺട്രിയായ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലുണ്ട് അല്ലേ. This gave people the power to choose the government they want and the policies they want to see implemented. ഇതിലൂടെ ആളുകൾക്ക് ഏത് ഗവൺമെന്റ് ആണോ മക്കളെ വേണ്ടത് അത് ഭരണത്തിൽ കൊണ്ടുവരാനും ഏത് പോളിസീസ് ആണോ നടക്കേണ്ടത് അതിൽ തീരുമാനമെടുക്കാനുള്ള ഒരു അവകാശം എന്തു ചെയ്തു, ഉണ്ടാവാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. എന്തു ചെയ്തു, അവകാശങ്ങളും കാര്യങ്ങളും ഉണ്ടാവാൻ തുടങ്ങി. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, ഡെമോക്രാറ്റിക് ഗവൺമെന്റ് റൺ ബൈ കൺസെന്റ്, അപ്രൂവൽ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ. ഇതെന്താണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചേ. ഇൻ ഡെമോക്രസി ദ ഗവൺമെന്റ് ഈസ് റൺ വിത്ത് എ കൺസെന്റ്, അപ്രൂവൽ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ പീപ്പിൾ. ഒരു ഡെമോക്രാറ്റിക് കൺട്രി എങ്ങനെയായിരിക്കും ഭരണം? അതായത് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ജനങ്ങളുടെ കൺസെന്റോടുകൂടെ, ജനങ്ങളുടെ അപ്രൂവലോടുകൂടെ, അവരുടെ പാർട്ടിസിപ്പേഷനിലുകൂടിയാണ് ഡെമോക്രാറ്റിക് കൺട്രിയിൽ എന്ത് നടക്കുക, ഒരു ഭരണവും കാര്യങ്ങളും നടക്കാം. ദിസ് മീൻസ്
that citizen have the power to influence the decision that affect their lives. അതായത് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ജീവിതത്തിൽ എങ്ങനെ നടക്കണം, ഏതൊക്കെ കാര്യങ്ങൾ അവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം. അതായത് ഇന്നയാള് ഭരണത്തിൽ വന്നാൽ നമ്മുടെ ജീവന് ഹാനികരമാണ്, അല്ലെങ്കിൽ ഇന്നയാള് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടാവും. അങ്ങനെ ഡിസിഷൻ മേക്കിങ്ങിൽ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവകാശം എവിടെയുണ്ട് എന്നാണ് പറയുന്നത്? ഇവിടെ ജനങ്ങൾക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയില്ലടാ? ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ അടുത്ത നമുക്ക് നോക്കാം. അടുത്തത് എന്താണ് പറയുന്നത്? ശ്രദ്ധിച്ചേ. ഡെമോക്രസി ഇംപ്രൂവ്സ് ക്വാളിറ്റി ഓഫ് ഡിസിഷൻ മേക്കിംഗ്. എന്താ പറയുന്നത്? ഡെമോക്രസി ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ഡിസിഷൻ മേക്കിംഗ് എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കണടാ. And provide a method to deal. എന്താ പറയുന്നത്? A provide method to deal with difference and conflict. എന്താണ് ഇവിടെ പറയുന്നത്? ശ്രദ്ധിക്കണേ. ആ സെറ്റാന്ന് പറയുന്നുണ്ട്. സെറ്റാണല്ലേ? Provide a method to deal with the difference and conflict. അടുത്തത് എന്താണ് പറയുന്നത്? അടുത്തത് എന്താ നോക്കിക്കേ. Democracy provides a platform for the people express their opinion ആൻഡ് a concern. അതായത് ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റിൽ എന്ത് നടക്കുമെന്നാണ് പറയുന്നത്? ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റിൽ ജനങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണോ പറയേണ്ടത്, എന്താണോ എക്സ്പ്രസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരെ കൺസേൺ എന്തൊക്കെയാണ് അത് പറയാനുള്ള ഒരു റൈറ്റ് എവിടെയുണ്ട് എന്നാണ് പറയുന്നത്? ഡെമോക്രാറ്റിക് കൺട്രിയിലുണ്ട്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് എന്താ? ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അഭിപ്രായം പറയാനും അവരെ കൺസേൺസ് പറയാനും ഒപ്പീനിയൻ പറയാനും അവരെ തോട്ട്സ് എക്സ്പ്രസ് ചെയ്യാനുമുള്ള ഒരു റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് ശ്രദ്ധിച്ചേടാ. അടുത്തത് എന്താ നമ്മൾ പറയുന്നത്? ഡെമോക്രസി പ്രൊട്ടക്ട്സ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സിറ്റിസൺ. എന്താ ഇവിടെ പറയുന്നത്? ഡെമോക്രസി പ്രൊട്ടക്ട് ഇൻട്രസ്റ്റ് ഓഫ് ദ സിറ്റിസൺ. ഓരോ ആളുകളുടെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെയാണ് നമുക്ക് എന്താണുള്ളത്? നമ്മുടെ ഡെമോക്രസി ഉള്ളത്. ഇവിടെ ശ്രദ്ധിച്ചേടാ. ഇവിടെ ശ്രദ്ധിക്കണേ. നോക്കിക്കേ. ഡെമോക്രസി പ്രൊട്ടക്ട്, ഒരു മിനിറ്റ് ഏടാ. ഓക്കെ. Democracy protects the interest of citizens by giving them the power to choose their representative and hold accountability. എന്താ പറയുന്നത്? ഡെമോക്രസി പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സിറ്റിസൺ. അതായത് ഡെമോക്രസി ഓരോ സിറ്റിസന്റെയും ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ബൈ ഗിവിംഗ് ദം ടു പവർ ടു ചൂസ് ദ റെപ്രസെന്റേറ്റീവ്. അവർക്ക് ഏത് റെപ്രസെന്റേറ്റീവിനെ ആണോ ചൂസ് ചെയ്യേണ്ടത് അതിനുള്ള അവകാശമുണ്ട്. പിന്നെ എന്താ പറയുന്നത്? ആൻഡ് ഹോൾഡ് ദം അക്കൗണ്ടബിലിറ്റി. അവരെ ഹോൾഡ് ചെയ്യാനുള്ള റൈറ്റ്സ് ഒക്കെ ആർക്കുണ്ട്? ജനങ്ങൾക്കുണ്ട്. It ensures that government decisions are made in the best interest of the people rather than a small group elites. എന്താ പറയുന്നത്? It ensures that government decisions are made in the best interest of the people. അതായത് ജനങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചാണ് എന്ത് നടക്കുന്നത്? ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഭരണം നടന്നു പോകുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആരെയിൽ പറഞ്ഞത്? വൈ ഷുഡ് പീപ്പിൾ ഡിസൈഡ്? എന്തുകൊണ്ട്, എന്തിന്, അല്ലെങ്കിൽ ആളുകൾ നമ്മളെ പീപ്പിൾസ് തീരുമാനിക്കണം എന്ന കാര്യങ്ങളാണ് ഇത്രയും നേരം പറഞ്ഞത്. ഇത് ക്ലിയർ ആയില്ലടാ? ഇത് ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പീപ്പിൾ ആൻഡ് ദ റെപ്രസെന്റേറ്റീവ്സ്. ഒന്ന് കമന്റ് ചെയ്തേടാ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഒന്ന് കമന്റ് ചെയ്തേടാ. ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരെ കുറിച്ചിട്ടാ? പീപ്പിൾ ആൻഡ് ദ റെപ്രസെന്റേറ്റീവ്സിനെ കുറിച്ചിട്ടാണ്. പീപ്പിൾ ആൻഡ് ദ റെപ്രസെന്റേറ്റീവ്സിനെ കുറിച്ചിട്ടാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് അടുത്തതിലേക്ക് പോവാണ് മക്കളെ. യെസ്, നിങ്ങൾ കമന്റ്സ് മിസ് നോക്കുകയാണ്. ഓക്കെ, അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. പീപ്പിൾ ആൻഡ് ദ റെപ്രസെന്റേറ്റീവ്സ് ആണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. പീപ്പിൾ ആൻഡ് ദ റെപ്രസെന്റേറ്റീവ്സ്. ഓക്കെ, ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയുന്നുണ്ട്. നോക്കാം. നോക്കിയടാ, ഇവിടെ ശ്രദ്ധിച്ചേ. The central concept behind
democratization is to ensure the consent, endorsement and active participation of the general population. എന്താ ഇവിടെ പറഞ്ഞത്? ജനറൽ പോപ്പുലേഷൻ, അതായത് ജനങ്ങളുടെ എന്താണ് പറയുന്നത്? അവരുടെ ഒരു കൺസെന്റും അതേപോലെ തന്നെ അവരുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്തിൽ വേണം? നമ്മളെ ഈ ഒരു ഡെമോക്രസിയിൽ വേണം. പീപ്പിൾ ആൻഡ് ദ റെപ്രസെന്റേറ്റീവ്സ് എന്താണ്? നമ്മളെ ഇലക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൊസിഷനിൽ നിൽക്കുന്ന ഒന്നാണ്. നോക്കിയേടാ, ഇൻ സച്ച് എ ഡെമോക്രാറ്റിക് സിസ്റ്റം, നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് എന്താ? ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ് ഓക്യുപ്പൈ എ ക്രൂഷ്യൽ പൊസിഷൻ ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്. അതായത് ഡെമോക്രാറ്റിക് സിസ്റ്റം ആയിട്ടുള്ള ഡെമോക്രാറ്റിക് സിസ്റ്റം നിലനിൽക്കുന്ന നമ്മുടെ കൺട്രിയിൽ എന്തുണ്ടെന്നാ പറയുന്നത്? ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആളുകളോ ഒരു ക്രൂഷ്യൽ പൊസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അവർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഡെമോക്രാറ്റിക് സ്റ്റേറ്റിന്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. The government primarily objective is to gain the confidence of the citizens of this nation. ഗവൺമെന്റിന്റെ പ്രൈമറി കൺസേൺ എന്താ? അവന്റെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ രാജ്യത്തിന്, ആ ഗവൺമെന്റ് ഒരു വ്യക്തിയായും കാണുക. ആ ഒരു വ്യക്തിയുടെ ചുറ്റുപാടുമുള്ള ആളുകളെ, ഗവൺമെന്റിന്റെ ഉള്ളിൽ ഉള്ള ആളുകൾക്ക് എന്താണ്? ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം. ആസ് എ പേഴ്സൺ, ഒരു ഇന്ത്യൻ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ പേടിച്ചും ഭയന്നിട്ടുമാണ് ഇന്ത്യയിൽ ജീവിക്കുന്നതെങ്കിൽ എന്താ നമുക്ക് അവിടെ എന്തെങ്കിലും കോൺഫിഡൻസ് ഉണ്ടോ? ഇല്ല. അപ്പം ഗവൺമെന്റിന്റെ പ്രധാന പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്? ഒരു ഒരു രാജ്യത്ത് ജീവിക്കുന്ന സമയത്ത്, ഒരു കൺട്രിയിൽ ജീവിക്കുന്ന സമയത്ത് അവിടെയുള്ള ഓരോ സിറ്റിസണും എന്ത് കൊടുക്കുക? കോൺഫിഡൻസ് കൊടുക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്. During election, people select their representatives and grant approval to the government. ഇലക്ഷന്റെ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ഗവൺമെന്റ് ഈ ആളുകളിൽ നിന്നും, പീപ്പിളിൽ നിന്നും റെപ്രസെന്റേറ്റീവ്സിനെ തെരഞ്ഞെടുക്കുന്നു. One group of elected representatives subsequently forms the government. അപ്പൊ ആരാണോ ആ ഇലക്ഷനിൽ ജയിച്ചിട്ടുള്ളത് അവരെന്ത് ചെയ്യും? ആ ഒരു ഗവൺമെന്റ് ഫോം ചെയ്യും. The parliament comprising all representative exercise authority over and provide direction to the government. Thus the people through their elected representative not only establish the government but also regulate its activities. എന്താ പറയുന്നത്? പാർലമെന്റ് എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള ആളുകളെ മൊത്തം എന്ത് ചെയ്യും? കംപ്രൈസ് ചെയ്യും. വരുന്ന ആളുകളൊക്കെ എന്താണ്? അവരായിട്ടൊരു മീറ്റിങ്ങും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യും. എന്നിട്ട് എന്താണ്? അവർക്ക് ഗവൺമെന്റിന് വേണ്ട ഡയറക്ഷൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. പിന്നെ എന്തു ചെയ്യുന്നാണ് പറയുന്നത്? അതായത് ഒരു ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് മാത്രമല്ല, ഓരോ ആളുകളുടെയും അവരെ ആക്ടിവിറ്റിയും കാര്യങ്ങളും കൂടെ എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുവരണം, ആക്ടിവിറ്റീസിൽ റെഗുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്തു ചെയ്യും? അവര് പറഞ്ഞു കൊടുക്കും. ഇവിടെ നോക്കിക്കേടാ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ റോൾ ഓഫ് പാർലമെന്റ് ആണ്. ആർക്കും എന്താണ് ഒരു ഉഷാറില്ല? അത് സെറ്റ് ആയിട്ട് കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഒന്നും കാണുന്നില്ല. കുറച്ച് സമയത്ത് കുറെ കമന്റ് ഉണ്ടായിരുന്നു. എല്ലാരും ഇവിടെ തന്നെ ഉണ്ടോ? ഒന്ന് ചെറപറാറ് മെസ്സേജ് അയച്ചേടാ. ചെറപറാറ് മെസ്സേജ്. നിങ്ങളെ മെസ്സേജുകൾ കാണട്ടെ. നിങ്ങൾ എല്ലാവരും ഉറങ്ങിപ്പോയോ? ഈസി പീസി ചാപ്റ്റർ അല്ലേ? വേഗം കഴിയുന്ന ഒരു ചാപ്റ്റർ. നിങ്ങൾ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം പഠിക്കട്ടോ. അപ്പൊ അത് കമന്റ് അയച്ചേ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ സെറ്റ് ആയില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ദ റോൾ ഓഫ് പാർലമെന്റ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ദ റോൾ ഓഫ് പാർലമെന്റ്? പാർലമെന്റിന്റെ റോള് എന്താണ് എന്നത് നമ്മൾ ഇനി നോക്കാൻ പോവുകയാണ്. യെസ്, സെറ്റ് എന്നൊക്കെ പറഞ്ഞ മെസ്സേജുകൾ വരുന്നുണ്ട്. സെറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേടാ, ഇവിടെ ശ്രദ്ധിച്ചേ. The Indian Parliament, which came into existence after 1957, yield significant authority in our political framework. എന്താണടാ ഇവിടെ പറയുന്നത്? എന്താണടാ? The Indian Parliament, which came into existence after 1947. 1947 ശേഷമാണ് ഇന്ത്യൻ പാർലമെന്റ് എന്ത് ചെയ്തത്? നിലവിൽ വന്നത് അല്ലേ? സിഗ്നിഫിക്കന്റ് അതോറിറ്റി ഇൻ അവർ പൊളിറ്റിക്കൽ ഫ്രെയിംവർക്ക്. ഒരു പൊളിറ്റിക്കലി ഫ്രെയിംവർക്ക് ഉണ്ടാക്കുന്നതിന് ഒരുപാട് പങ്കുവഹിച്ച ഒരു കൂട്ടരാണ് ആര്? നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഓരോരുത്തരും നമുക്ക് എന്താ ഒരു വ്യക്തികളായിട്ട് പറയട്ടോ. അതുകൊണ്ടാണ് മിസ് കൂട്ടര് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ എന്താ പറയുന്നത്? ഇറ്റ് സർവീസ് ആസ് എ ജെന്യുവിൻ ടെസ്റ്റിമെന്റ് to the trust that the
Indian public places in democratic principle. Consequently, the government is answerable to the parliament for its action. അതായത് ഗവൺമെന്റ് എന്താണ്? ഗവൺമെന്റ് is answerable to parliament for its action. അവരെന്താണ്? ആൻസറബിൾ ആണ് അല്ലേ? നോക്കിക്കേ, this implies that parliament comprising the Lok Sabha and Rajya Sabha has the power to question the government's choice and evaluate its performance. അതായത് ഗവൺമെന്റ് ഗവൺമെന്റിനോട് എന്ത് ചോദ്യം ചോദിച്ചാലും, അത് പാർലമെന്റ് എന്ത് ചോദ്യം ചോദിച്ചാലും അതിന് ആൻസർ പറയാൻ ആര് തയ്യാറാവണം? ഗവൺമെന്റ് തയ്യാറാവണം. അപ്പൊ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ക്രോസ് ചെക്ക് ചെയ്യുന്നതും അതൊക്കെ ക്വസ്റ്റ്യനും ചെയ്യുന്നതും ആരാണ്? നമ്മുടെ പാർലമെന്റ്. അതിനുവേണ്ടി പാർലമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? 2 സഭകള് പാർലമെന്റിനുണ്ട്. നമ്മുടെ ലോകസഭയും രാജ്യസഭയുമാണ് ഗവൺമെന്റിനുള്ളത്. The nation is divided into several constituency. ഓരോ നാഷനും എന്താ? നമ്മളെ നാഷൻ എന്താണ്? ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി, പല കോൺസ്റ്റിറ്റ്യുവൻസിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ ദ പാർലമെന്ററി ഇലക്ഷൻ ദ പാർലമെന്റ് മസ്റ്റ് അണ്ടർടേക്ക് ദ ഫോളോവിംഗ് റെസ്പോൺസിബിലിറ്റി. എന്താണ്? പാർലമെന്ററി ഇലക്ഷന് ശേഷം പാർലമെന്റ് ഇനി പറയാൻ പോകുന്ന റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യും? ഏറ്റെടുത്ത് നടത്തണം. എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കിയാലും, ഒന്നാമത്തത് ടു സെലക്ട് ദ നാഷണൽ ഗവൺമെന്റ്. ഫസ്റ്റത്തെ ഡ്യൂട്ടി എന്താണ്? നാഷണൽ ഗവൺമെന്റ് സെലക്ട് ചെയ്യുക. ദ ഫോർമേഷൻ ഓഫ് പാർലമെന്റ് ടേക്ക് എ പ്ലേസ് ആഫ്റ്റർ ദ സെലക്ടഡ് കാൻഡിഡേറ്റ് ബിക്കം എ മെമ്പർ ഓഫ് പാർലമെന്റ് ഫോർ a political party which then forms the government. എന്താ പറയുന്നത്? The formation of parliament take a place after the selected candidate become a member of parliament. അവരെന്തായി മാറും? ഓരോ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവരെന്ത് ചെയ്യും? MPs ആയി മാറില്ലേ? മെമ്പർ ഓഫ് പാർലമെന്റ് ആയി മാറും. ഫോർ എ പൊളിറ്റിക്കൽ പാർട്ടി വിച്ച് then forms the government. പിന്നെ അവരെന്ത് ചെയ്യും? ഗവൺമെന്റും കാര്യങ്ങളും ഫോം ചെയ്യും. Since the Lok Sabha has 543 elected members, a party need to have at least half the number, 272 or more, to secure the majority. ലോകസഭയിൽ ഉണ്ടാവേണ്ട ആളുകൾ എന്ന് പറഞ്ഞാൽ 543 543 ആണ്. അറ്റ്ലീസ്റ്റ് അതിൽ 272 ആളുകൾ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ എന്താണ്? മെജോറിറ്റി സെക്യൂർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ മെജോറിറ്റി സെക്യൂർ ചെയ്യണമെങ്കിൽ എന്താണ്? അറ്റ്ലീസ്റ്റ് 272 ആളുകൾ വേണം. പക്ഷെ നമുക്ക് എന്താണ്? 543 ആണ് നമുക്ക് അവിടെ വേണ്ട ആളുകളുടെ എണ്ണം. അപ്പൊ അറ്റ്ലീസ്റ്റ് ഇത്ര ഉണ്ടായിരിക്കണം എന്നാണ്. പക്ഷെ എന്താണ്? നമ്മുടെ 543നെക്കാട്ടും കൂടുതൽ കൂടാനും പാടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പൊ അടുത്ത് നമ്മൾ പറയുന്നത് എന്താ നോക്കിയേ? ഒപ്പോസിഷണൽ പാർട്ടി. എന്താണ്? ഓപ്പോസിഷൻ പാർട്ടിയാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഓപ്പോസിഷൻ പാർട്ടി എന്താ? ഇന്നലെ ക്ലാസ് കിട്ടിയെങ്കിൽ ഉപകാരമായിരുന്നെന്ന് ആരൊക്കെയോ പറയുന്നത്. ക്ലാസ്സുകൾ മക്കളെ ഇന്നലെ ആയാലും നാളെ ആയാലും മെഞ്ഞാന്നായാലും ഇന്നും നമുക്ക് ഉപകാരങ്ങൾ തന്നെയാണ്. ഇന്നില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്താണ്? മേ ബി ക്ലാസ് ടെസ്റ്റ് ആയിരിക്കും കഴിഞ്ഞിട്ടുണ്ടാവും. പേരാരാ? മിഷാൽ. പേര് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. അപ്പൊ നമുക്ക് ഇനി എന്താ? മെയിൻ എക്സാം ഒക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്ക് ക്ലാസ്സുകൾ വേണ്ടേ? അപ്പം ഓരോ ക്ലാസ് എടുക്കുമ്പോൾ അതൊക്കെ നമുക്ക് എന്താണ്? ഉപകാരമുള്ളത് തന്നെയാണ്. അപ്പൊ നോക്കിക്കേ, ഒപ്പോസിഷൻ പാർട്ടിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ദാറ്റ് ഒപ്പോസ് ദ മെജോറിറ്റി പാർട്ടി coalition in parliament forms an opposition. The largest of these parties called the opposition party and holds the equivalent position to the majority party. അതായത് മെജോറിറ്റി പാർട്ടിനെ ഇക്വലന്റ് പൊസിഷനിൽ തന്നെ നിൽക്കുന്ന ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ് ഒപ്പോസിഷൻ പാർട്ടി പറഞ്ഞാൽ. ഒരു ജനാധിപത്യ രാജ്യത്ത് എന്താണ്? പ്രതിപക്ഷ പാർട്ടി ഉണ്ടായിരിക്കണം. അതായത് ഭരണപക്ഷം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? എല്ലാത്തിനും പറയാനല്ല, തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാൻ എന്താ? ഒപ്പോസിഷൻ പാർട്ടി ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ ഒപ്പോസിഷനിൽ പാർട്ടി എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, സെലക്ഷൻ ഓഫ് ദ എക്സിക്യൂട്ടീവ്. ദ എക്സിക്യൂട്ടീവ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഹു കൊളാബറേറ്റ് ടു എക്സിക്യൂട്ട് ദ ലോ പാസ് ദ പാർലമെന്റ്. ഇവരെല്ലാവരും ചേർന്ന്, എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് എന്താ? എക്സിക്യൂട്ട് ദ ലോ. പാർലമെന്റ് നമ്മളെ ലോസും കാര്യങ്ങളൊക്കെ പാസ് ചെയ്തതും എക്സിക്യൂട്ട് ചെയ്തൊക്കെ ഇവരുടെ സഹായത്തിലാണ്. ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ദ കൺട്രി ഹു ഇസ് എലക്റ്റഡ് ബൈ ദ MPs ഓഫ് ദ പാർലമെന്റ് സെലക്ട് ദം. ദെൻ ministers are then responsible for the different areas of the government functioning such as health, education, finance. എന്താ പറയുന്നത്? The prime minister of a country who is elected by the MPs of the parliament. അതായത് പാർലമെന്റിലെ
MPs-നെ തെരഞ്ഞെടുക്കുന്ന ആരാണ്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ, കൺട്രിയിലെ പ്രൈം മിനിസ്റ്റർ ആണ്. എന്നിട്ട് ഓരോ മിനിസ്റ്റേഴ്സിനും ഓരോ റെസ്പോൺസിബിലിറ്റി ഡിവൈഡ് ചെയ്യും. അവർക്ക് ഡിഫറെന്റ് ഏരിയാസ് കൊടുക്കും. ഗവൺമെന്റ് ഫംഗ്ഷനിങ്ങിനുള്ള ഡിഫറെന്റ് ഏരിയാസ്, നമ്മുടെ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഫിനാൻസ്, അങ്ങനെയുള്ള ഓരോ ഏരിയാസ് എന്ത് ചെയ്യും? അവർക്ക് ഡിവൈഡ് ചെയ്യും. ഇനി നോക്കിയേ, കോalition ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്താടാ? When no single party secure a majority, different political parties with a similar concern form a coalition government. അതായത് ഒരു പാർട്ടിയും എന്താണ് അവരെ സിംഗിൾ മെജോറിറ്റി ഒരു സിംഗിൾ പാർട്ടിയും അവരെ മെജോറിറ്റി സെക്യൂർ ചെയ്യുന്നില്ലെങ്കിൽ ഡിഫറെന്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാവരും കൂടി ചേർന്നിട്ട് വിത്ത് സിമിലർ കൺസേൺ എന്നിട്ട് അവരെന്ത് ചെയ്യും? ഒരു കോalition ഗവൺമെന്റ് ഉണ്ടാക്കും. അല്ലാതെ ഒരു പാർട്ടിയും കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം അല്ലെങ്കിൽ വോട്ട് അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിലാണ് ഇത്തരത്തിൽ കോalition ഗവൺമെന്റ് ഒക്കെ ഉണ്ടാക്കുന്നത്. അടുത്തത് നമ്മുടെ രാജ്യസഭയിലേക്ക് നമുക്ക് പോകാം. ദിസ് ഹൗസ് റെപ്രസെന്റ്സ് ദ വാരിയസ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യൻ പാർലമെന്റ്. എന്താ പറയുന്നത്? രാജ്യസഭയെ കുറിച്ചാണ്. ദിസ് ഹൗസ് റെപ്രസെന്റ് ദ വാരിയസ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യൻ പാർലമെന്റ്. ഇറ്റ് റോൾസ് ടു സ്ക്രൂട്ടനൈസ് ആൻഡ് മോഡിഫൈ ഇഫ് നെസസറി. ആവശ്യമാണെങ്കിൽ ദ ലോസ് ഇനാക്റ്റഡ് ബൈ ലോക്സഭ. അതായത് ലോക്സഭ ഇനാക്ട് ചെയ്യുന്ന എന്താണ് ലോസും കാര്യങ്ങളൊക്കെ എന്താണ് അത് സ്ക്രൂട്ടനൈസ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും അത് നെസസറി ആണെങ്കിൽ അതൊക്കെ നോക്കുന്നത് ആരാണ്? നമ്മുടെ രാജ്യസഭയാണ്. ദ ഹൗസ് ഓഫ് റെപ്രസെന്റ്സ് ദ വാരിയസ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യൻ പാർലമെന്റ്. പല ആളുകൾ എന്തിലുണ്ടായിരിക്കും? നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റിലെ പല ആളുകൾ അവരെ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മുടെ എവിടെ ഉണ്ടാവും? രാജ്യസഭയിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചേ, ദ മെമ്പേഴ്സ് ഓഫ് ദ രാജ്യസഭ ആർ ഇലക്റ്റഡ് ബൈ ദ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് വാരിയസ് സ്റ്റേറ്റ്. അതായത് എന്താ? ദ മെമ്പേഴ്സ് ഓഫ് ദ രാജ്യസഭ ആർ ഇലക്റ്റഡ് ബൈ ദ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് വാരിയസ് സ്റ്റേറ്റ്. ദ ആർ 233. എന്താ പറയുന്നത്? എത്ര മെമ്പേഴ്സ് ഉണ്ടാ? 233 ഇലക്റ്റഡ് മെമ്പേഴ്സ് പ്ലസ് 12 മെമ്പേഴ്സ് നോമിനേറ്റഡ് ബൈ ദ പ്രസിഡന്റ്. അതായത് 233 മെമ്പേഴ്സ് ആണ് രാജ്യസഭയിൽ ഉണ്ടായിരിക്കുക. പിന്നെ അതിന്റെ കൂടെ എന്തായിരിക്കും? 12 മെമ്പേഴ്സിനെ പ്രസിഡന്റ് ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്ത ആളുകളും രാജ്യസഭയിൽ ഉണ്ടായിരിക്കും. ഇനി രണ്ടാമത്തെ ഫംഗ്ഷനിലേക്ക്, രണ്ടാമത്തെ ഡ്യൂട്ടിയിലേക്ക് നമ്മൾ പോവാണ്. ടു കൺട്രോൾ, ഗൈഡ് ആൻഡ് ഇൻഫോം ദ ഗവൺമെന്റ്. അതായത് ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്യുന്നതും ഗൈഡ് ചെയ്യാനും ഇൻഫോം ചെയ്യുന്നതും ഒക്കെ എന്താണ്? പാർലമെന്റിന്റെ ഡ്യൂട്ടിയാണ്. ദ പാർലമെന്റ് വൈൽ in session begins with a question hour. The question hour is an important mechanism through which an MP can elect information about the working of the government. എന്താണടാ? പാർലമെന്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു ക്വസ്റ്റ്യൻ അവർ കണ്ടക്ട് ചെയ്യും. എന്തിനാണ് ക്വസ്റ്റ്യൻ അവറിലൂടെ ബിഗിൻ ചെയ്യുന്നത്? നമ്മുടെ ഗവൺമെന്റിന്റെ വർക്കിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫോർമേഷനോ കാര്യങ്ങളോ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ അവറിൽ അവർക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. ഒപ്പോസിഷൻ പാർട്ടി പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ ഹെൽത്തി ഫംഗ്ഷനിങ് ഓഫ് ഡെമോക്രസി. ഞാൻ പറഞ്ഞു, ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഭരണം നല്ല രീതിയിൽ നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ഹെൽത്തി ഫംഗ്ഷനിങ് ഉണ്ടാവണമെങ്കിൽ അവിടെ ആര് വേണം? ഒപ്പോസിഷൻ പാർട്ടി കൂടെ ഉണ്ടാകേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത് നോക്കിയേ, they highlight drawbacks in various policies and programs of the government and mobilize popular support for their own policies. അതായത് അവരെന്ത് ചെയ്യും? അവരെപ്പോഴും ഹൈലൈറ്റ് ചെയ്യുക ഗവൺമെന്റ് നടത്തിയിട്ടുള്ള വാരിയസ് ആയിട്ടുള്ള പോളിസീസിന്റെയും പ്രോഗ്രാമിന്റെയും ഡ്രോബാക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് അവര് ഭരണത്തിൽ ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുണ്ടാവുന്ന സമയത്ത് അവർക്ക് എന്താ ഈ ഓരോ പോളിസിയിൽ ഒരു പോപ്പുലർ ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യും? അവര് പറയും. The government gets valuable feedback and it kept on its toes by the question asked by MPs. Lawmaking is a significant functioning of the government. ഗവൺമെന്റ് അല്ല, പാർലമെന്റ്. പാർലമെന്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലോ മേക്കിംഗ്. എന്താണെടാ? ലോ മേക്കിംഗ്, നിയമം ഉണ്ടാക്കുന്നത് എന്താ? ഒരു ഇമ്പോർട്ടന്റ് ആണ്. അതാണ് പാർലമെന്റിന്റെ എന്താ മേക്കിംഗ് ഓഫ് ലോസ് ഈ ഒരു ചാപ്റ്ററിന് പേരും വന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്തത് പോകാനുള്ളത് ഹൗ ഡു ന്യൂ ലോസ് കെയിം അബൌട്ട്. എന്താ പറയുന്നത്? ഹൗ ഡു ന്യൂ ലോസ് came about. എങ്ങനെയാണ് ആ പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്? നമുക്ക് നോക്കിയാലോ ശ്രദ്ധിച്ചെവിടെ? The parliament plays a crucial role in creating new laws. എന്താ പറയുന്നത്? പുതിയ ലോസ് ക്രിയേറ്റ് ചെയ്തതിൽ ക്രൂഷ്യൽ റോൾ ആർക്കാണുള്ളത്? നമ്മുടെ പാർലമെന്റിനാണുള്ളത്. Various groups in society often raises the need for specific law highlighting the different issues. പല സൊസൈറ്റിയിലെ പല ഗ്രൂപ്പുകളും ഓരോ ഇഷ്യൂസ് എന്താണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ലോസും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയും.
sensitivity to people's problem is an important responsibility of the parliament. അതായത് ഓരോ ആളുകളും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഓരോ ഗ്രൂപ്പിൻ്റെയും അവരെ സെൻസിറ്റിവിറ്റി, കാരണം അവർക്ക് വിഷമം തട്ടുന്ന അല്ലെങ്കിൽ അവരെ ആ ഒരു ഐഡിയോളജീസിനെയോ അല്ലെങ്കിൽ അവരെ ഒരു ഇമോഷനെയോ വ്രണമേൽക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്. സോ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ആളുകൾ നമ്മളെ പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. An example of how domestic violence became a law demonstrate the പ്രോസസ് ആൻഡ് ദ ഇൻവോൾവ്മെന്റ് ഓഫ് ദ പാർലമെന്റ്. അതിന്റെ എക്സാമ്പിൾ പറയാണ്, ഡൊമസ്റ്റിക് വയലൻസ് അതെന്ത് ചെയ്ത് ഒരു ലോ ആയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത സമയത്തുള്ള കാര്യം പറയാം. സോ അവിടെ പാർലമെന്റിൽ ഇൻവോൾവ് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡൊമസ്റ്റിക് വയലൻസ് സാധാ ഒരു വിലയും ഇല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഈ ഡൊമസ്റ്റിക് വയലൻസ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊരു നിയമമാക്കുന്ന സമയത്ത് നിയമമാക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ നിയമമാക്കിയത് കൊണ്ട് എന്താണ്, ഒരുപാട് ആളുകൾക്ക് ഇത് നമുക്ക് മനസ്സിലാവാനും ഡൊമസ്റ്റിക് വയലൻസ് ഒരു കേസ് ഇങ്ങനെ കേസ് വരും എന്ന് ആലോചിച്ചിട്ട് പലരും എന്താണ് ആളുകളെ ഉപദ്രവിക്കാണ്ട് അവരുടെ വീട്ടിലെ ഭാര്യകളായാലും ഭാര്യമാരായാലും പെൺകുട്ടികളായാലും പെങ്ങളായാലും അമ്മയായാലും അവർ ഉപദ്രവിക്കാതെ നിൽക്കും അല്ലെ. ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാവുന്ന പേടിച്ചിട്ട്, അതായത് ഒരു നമ്മളെന്താണ് പോലീസ് പിടിച്ചുകൊണ്ടുവന്ന് പേടിച്ച് അത് ചെയ്യാണ്ടിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള നിയമങ്ങളും അതായത് കൊണ്ടുവരുന്നത് വരുമ്പം ഗവൺമെന്റ് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഒരു ആളുടെയും അവരെ ഒരു ഇഷ്ടത്തിനോ അല്ലെങ്കിൽ അവരെ ഇമോഷനും എല്ലാവരും ഇഷ്ടം നമുക്ക് എപ്പോഴും നോക്കി കാണാൻ പറ്റില്ല. എന്നാലും എന്താ പറയുന്നത്, നല്ല ഉപകാരമായി മിസ്, താങ്ക് യു സർ. അപ്പം എപ്പോഴും നമ്മൾ എന്താണ് അവരെ ഇമോഷനെ ആ ഒരു ഇതിനെ നമ്മൾ വ്രണമേൽക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യരുത്. Citizens plays a crucial role in bringing their concerns to parliament and shaping them into law. Citizensum എന്തായിരുന്നു ഒരു നിയമം ഷേപ്പ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു പാർലമെന്റിന് ഒരു നിയമം ഷേപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ സിറ്റിസൺ എന്താണ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്, ക്രൂഷ്യൽ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. Throughout the process, the voice of citizen is essential, which can be expressed through TV report, newspaper, editorial, radio broadcast and local meetings. എന്താ പറയുന്നത്, പെട്ടെന്നൊരു ബില്ല് കയറി നിയമമാവല്ല മക്കളെ. ബില്ലും ലോയും എന്താന്നൊക്കെ പറയാം. അതായത് ഒരു നിയമം വന്നത് പെട്ടെന്നൊരു നിയമമായി മാറില്ല, അത് ബില്ലാവും. രാജ്യസഭയും ലോകസഭയൊക്കെ അംഗീകരിച്ചതിന് ശേഷം ഇരുസഭകളിലൊക്കെ അംഗീകരിച്ചതിന് ശേഷമൊക്കെ അതെന്താണ് ബില്ല് മാറിയിട്ട് നിയമമായി മാറുള്ളൂ. അപ്പൊ ഒരു പുതിയൊരു നിയമം വരുന്നതിന് മുന്നേ ഇങ്ങനെ ബില്ല് പാസ്സാക്കുന്ന സമയത്ത് ആളുകളുടെ അഭിപ്രായങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് TV റിപ്പോർട്ടിലൂടെയും അതേപോലെ തന്നെ റേഡിയോ ബ്രോഡ്കാസ്റ്റിലൂടെയും എഡിറ്റോറിയൽസിലൂടെയും ലോക്കൽ മീറ്റിങ്ങിലൂടെയൊക്കെ ആളുകളുടെ ഇഷ്ടം മനസ്സിലാവും. ആളുകൾക്ക് ഇത് തീരെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും, അത് ഒഴിവാക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പോകും. This medium contribute to making parliament work more accessible and ട്രാൻസ്പെറന്റ് ടു പീപ്പിൾ. ഇത് ഗവൺമെന്റിന് എന്തിനു സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്, ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട്. അൻസാരി മാം, ക്യാൻ യു ടേക്ക് ക്ലാസ്സസ് ഫോർ CBSE ക്ലാസ് 7? ആടാ, CBSE-യിലും CBSE ക്ലാസ് 7-ലും എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ മക്കളൊന്ന് ചാനൽ കണ്ടുവയ്ക്കുക. അപ്പം അൻസാരി 7th-ലാണോ? ഇത് 8th-യാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇനി ഓക്കെ വാട്ടെ പറഞ്ഞു ആർക്കെങ്കിലും വേണ്ടി ചോദിച്ചതാണെങ്കിലും ഓക്കെ 7th-ലും ഉണ്ട് കേട്ടോ. CBSE സൈലത്തിന്റെ ക്ലാസ് ഒക്കെ ഉണ്ട്. 7th-ന്റെ ചാനൽ ഒന്ന് നോക്കി നോക്കൊണ്ട് കേട്ടോ. അവിടെ അതിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെടാ. അപ്പൊ ഇവിടെ നോക്കിക്കേ, അപ്പൊ എന്താ പറയുന്നത്, അപ്പൊ ഗവൺമെന്റ് ഇത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് എന്താണ് ഒരുപാട് ഉപകാരങ്ങളും കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണടാ അൺപോപ്പുലർ ആൻഡ് കോൺട്രവേഴ്ഷ്യൽ ലോസ് ഉണ്ടാവുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പൊ മീറ്റിംഗ്സും അതേപോലെ ന്യൂസ് റിപ്പോർട്ടും TV റിപ്പോർട്ട്സും അതൊക്കെ കണ്ടതിന് ശേഷമാണ് എന്താണ് ഒരു നിയമം ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ്, അപ്പൊ എങ്ങനെയായിരിക്കും ഒരു അൺപോപ്പുലർ ആയിട്ട് ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ലോസ് ഉണ്ടാകുന്നത്, ഒരു നിയമം ക്രിയേറ്റ് ആവുന്നത് എന്നെന്റെ മക്കൾക്ക് അറിയോ? അതെങ്ങനെയാണെന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേടാ, അൺപോപ്പുലർ ആൻഡ് കോൺട്രവേഴ്ഷ്യൽ ലോസ് ക്യാൻ ബി പാസ്ഡ് ബൈ പാർലമെന്റ് തന്നെ അത് പാസ്സാക്കുന്നത്. അതായത് ഒരു നിയമം വരുന്ന സമയത്ത് ഒരു ലോസ് നല്ല നഷ്ടമല്ല കേട്ടോ, ലോ. അപ്പൊ ലോകൾ വരുന്ന സമയത്ത്, ലോകൾ എന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പം ഒരു നിയമം വരുന്ന സമയത്ത് മക്കളെ അത് പോപ്പുലർ ആവോ അൺപോപ്പുലർ ആവോ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇത് എങ്ങനെ പോപ്പുലർ ആയി മാറുന്ന നിയമങ്ങള്, അൺപോപ്പുലർ ആയി മാറുന്ന എങ്ങനെയാ? അൺപോപ്പുലർ ആയിട്ടുള്ളതും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളതും ലോസ് ഒക്കെ പാർലമെന്റ് തന്നെയാണ് പാസ്സാക്കുന്നത്. വിച്ച് മേ ബി
constantly valid but still viewed as unfair and harmful by the public. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതെന്താണ്, വാലിഡ് ആണ്, ബട്ട് സ്റ്റിൽ എന്തായിരിക്കും, ജനങ്ങൾക്ക് ഇത് അൺഫെയർ ആയിരിക്കും, അല്ലെങ്കിൽ അവരെ പബ്ലിക്കിന് ഹാർംഫുൾ ആവുന്ന രീതിയിലുള്ള നിയമങ്ങളായിരിക്കും. അതെന്താണെടാ? ഇൻ എ ഡെമോക്രസി citizens have the right to express their dissatisfaction with such laws through various means such as criticism, public meeting, newspaper articles, reporting to news channels. നമ്മൾ പറഞ്ഞു ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ നിലനിൽക്കുക, ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ എന്താണ്, സിറ്റിസൺസിന് റൈറ്റ് ഉണ്ടടാ, സിറ്റിസന് അവകാശമുണ്ട്. എന്ത് അവകാശമാണ് അവിടെ ഉള്ളത്? റൈറ്റ് ടു എക്സ്പ്രസ് ദർ ഡിസ്സാറ്റിസ്ഫാക്ഷൻ. ഞങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല ഈ നിയമത്തിൽ എന്ന് അവർക്ക് എന്താ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരു റൂട്ട് ഉണ്ട്, നമ്മൾ റൂട്ട് മാപ്പ്, ഒരുപാട് എന്താണ് വഴികളുണ്ട്, മാർഗങ്ങളുണ്ട്. എന്തൊക്കെയാണടാ? നമുക്ക് ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസിലൂടെയും പബ്ലിക് മീറ്റിംഗ്സിലൂടെയും റിപ്പോർട്ടിങ്ങിലൂടെയും നമ്മൾ ന്യൂസ് ചാനൽസിലെ റിപ്പോർട്ടിങ്ങിലൂടെയും ലോക്കൽ മീറ്റിംഗ്സിലൂടെയും ഒക്കെ എന്താണ് ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, when a large number of people believe that wrong law has been enacted, there is pressure on the parliament to amend or repeal it. എന്താ പറയുന്നത്? When a large people believe that a wrong law has been enacted, there is a pressure on the parliament to amend or repeal it. അതായത് പാർലമെന്റ് ഒരു ലോ പാസ് ചെയ്യുന്ന സമയത്ത് അതൊരു റോങ് ലോ ആണ് വരുന്നതെങ്കിൽ ഒരുപാട് പാർലമെന്റിന്റെ മേലെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രഷർ ഉണ്ടാവും. അത് അമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർ റിപ്പീൽ ചെയ്യാൻ വേണ്ടി. അമെൻഡ് എന്ന് പറഞ്ഞാൽ ആ നിയമം മാറ്റാൻ വേണ്ടി, ആ നിയമത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മൾ അമെൻമെന്റ്സ്, ഭേദഗതികൾ, ഭരണഘടനാ ഭേദഗതികൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് പോകെ പോകെ പഠിക്കാം. അപ്പൊ എന്താണ്, ഈ ഭരണഘടനാ ഭേദഗതി ഉപയോഗിച്ച് ഭേദഗതിയിലൂടെ ഈ നിയമം റദ്ദാക്കുക, അല്ലെങ്കിൽ ഈ നിയമത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരിക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും. അപ്പൊ പാർലമെന്റിലെ മേലെ എങ്ങനെ എന്തുണ്ടായിരിക്കും, ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും. ശ്രദ്ധിച്ചേ ഇനി എന്താ പറയുന്നത്? Municipal laws concerning the use of space within the city limits often make hawking on street vending illegal, which can be controversial. എന്താ പറയുന്നത്? Municipal laws concerning the use of space within city limit often make hawking and street vending illegal, can be controversial. Why? Some regulations are necessary to maintain open public space. It is important to acknowledge that hawkers and vendors provide important and affordable service to city dwellers. എന്താ പറയുന്നത്? നമുക്ക് ഈ ഹവാക്കേഴ്സ് ഉണ്ടാവില്ലേ, നമ്മുടെ സ്ട്രീറ്റിൽ ഉള്ള വെൻഡേഴ്സും കാര്യങ്ങളൊക്കെ, അപ്പൊ അവരത് വരുന്ന സമയത്ത് നിയമം മൂലം അത് നമുക്ക് ചെയ്യാൻ പാടില്ല. പക്ഷെ റോഡിലൊക്കെ വെക്കുന്ന സമയത്ത് വണ്ടികൾ പോകാനും അതും ഇതൊക്കെയാണ്. പക്ഷെ എന്താണ്, അപ്പം സിറ്റീസിലെ ഡ്വല്ലേഴ്സിന് എന്താ അവൈലബിൾ സർവീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് കൊണ്ടാണ് അവർക്ക് എന്താണ് അങ്ങനെ ഒരു കാര്യം കൊടുത്തിട്ടുള്ളത്. പക്ഷെ എല്ലാത്തിലും എന്താണ് ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ഉണ്ടാവുമെന്നാണ് പറഞ്ഞു വരുന്നത്. നോക്കിക്കേ, ഇൻ ലോ ഫേവേഴ്സ് ഓൺ എ ഗ്രൂപ്പ് വൈൽ ഡിസ്റിഗാർഡിങ് അനദർ. അതായത് ഒരു ഗ്രൂപ്പിന് ഒരു നിയമം എന്താണ് ഫേവർ ആവുന്ന സമയത്ത് മറ്റൊരു ഗ്രൂപ്പിന് ആ നിയമം എന്തായിരിക്കും, ഡിസ്റിഗാർഡിങ് ആയിരിക്കും അല്ലെ. ഇറ്റ് ക്യാൻ ലീഡ് ടു കോൺഫ്ലിക്ട് ആൻഡ് കോൺട്രവേഴ്സി. അതെങ്ങനെ എന്ത് ചെയ്യും, അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്കും ഒരുപാട് കോൺട്രവേഴ്സീസിലേക്കും എന്താ ഇങ്ങനെ പോകും. People who believe a law is unfair can approach the court, seek resolution. അതായത് മക്കളെ, ആളുകൾക്ക് തോന്നുകയാണ് ഈ നിയമം എന്താണ് അൺഫെയർ ആണ്, ഈ ഒരു ലോ അൺഫെയർ ആണ്, അല്ലെങ്കിൽ എന്താ ഇത് കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് പോകുന്ന ഒരു നിയമമാണ്, ലോ ആണ്. സോ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് എന്താണ് കോർട്ടിന് എടുത്തു പോകാം. ഇതിലൊരു തീരുമാനം വേണമെന്ന് പറയാം. റെസൊല്യൂഷൻ മീൻസ് തീരുമാനം, ഒരു തീരുമാനം വേണമെന്ന് പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് കോർട്ടിൽ പോകാം. The court has the authority to modify the nullified laws if they are found to be inconsistent with the constitution. എന്താ ഇവിടെ പറയുന്നത്? അങ്ങനെ കോർട്ടിന് മനസ്സിലാവുകയാണ് ഈ നിയമം എന്താണ് നമ്മളെ ആളുകൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്താനൊക്കെ എന്താണ് സാധിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങളെ കമന്റ്സിന് ശേഷം മിസ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഈ ഒരു ചാപ്റ്ററിന് കൃത്യമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും.
അപ്പൊ എല്ലാരും റെഡിയാണോ? പറഞ്ഞേ 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 പറഞ്ഞേ, എല്ലാരും റെഡിയാണോ? ആരും ഇവിടെ ഇല്ലേ? യെസ്, അതാ കമന്റ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും റെഡിയാണോ? ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് നോക്കട്ടെ. ഈ ഒരു ചാപ്റ്ററിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ ചോദ്യം മാത്രം എന്താണ്, നമുക്ക് ഈ ചാപ്റ്റർ പഠിച്ചു വെച്ചാൽ മതി എന്നർത്ഥം. കാരണം എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ. ഓക്കെ, എന്താണ് തേജ? പേര് തേജ എന്നാണെന്ന് മനസ്സിലാവുന്നില്ല, പേര് മനസ്സിലായ. ഏത് കാര്യം മക്കൾക്ക് ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ കമന്റ് ചെയ്ത് ചോദിക്കട്ടോ. അപ്പൊ ആ കാര്യം മിസ് പറഞ്ഞു തരാം കേട്ടോ. ഏത് കാര്യമാണ് ഡൗട്ട് ഉള്ളതെന്ന് ചോദിക്കണേ, എന്നാ മിസ് എന്ത് ചെയ്തു തരും? ആ കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോടാ. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തത് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡി ആയിരിക്കാന്ന് മിസ്സിനെ അറിയാം. അപ്പൊ മിസ് എന്താണ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണേ. ഇവിടെ ശ്രദ്ധിച്ചാണ്, എന്താണ് കോൺട്രിവേഴ്ഷ്യൽ ലോസ്? വാട്ട് ഈസ് എ കോൺട്രിവേഴ്ഷ്യൽ ലോസ്? അതാണ് നമ്മൾ ഇപ്പൊ എന്താണ് പഠിച്ചു കഴിഞ്ഞത്. അതായത് കോൺട്രിവേഴ്ഷ്യൽ ലോസ് ആർ ദോസ് വിച്ച് ഫേവർ വൺ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി അഗെയിൻസ്റ്റ് ദ അതർ. ദാറ്റ് മീൻസ് ഒരു കോൺട്രിവേഴ്ഷ്യൽ ലോ എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൻ ഓഫ് ആളുകൾക്ക് അതെന്തായിരിക്കും? ഫേവർ ആയിരിക്കും. ബട്ട് ഇൻ അനദർ സെക്ഷൻ അവർക്ക് എന്തായിരിക്കും? ആ ലോയോട് അവരെന്തായിരിക്കും? എഗെയിൻസ്റ്റ് ആയിരിക്കും. സോ അങ്ങനെയാണ് നമുക്ക് എന്താണ് ഒരു നിയമം കോൺട്രവേഴ്ഷ്യൽ ലോ ആയി മാറുന്നത്. ക്ലിയർ ആയില്ലേ? കോൺട്രവേഴ്ഷ്യൽ ലോ സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ മതിയടാ. എന്താണ് കോൺട്രവേഴ്ഷ്യൽ ലോസ്? ആർ ദോസ് വിച്ച് ഫേവർ ഓൺ വൺ സൈഡ് അല്ലെങ്കിൽ ഫേവർ ഓഫ് വൺ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി അഗെയിൻസ്റ്റ് ദ അതർ. അങ്ങനെ പഠിച്ചു വെച്ചാൽ എന്താ അത് കൃത്യാവും ട്ടോ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇനി അടുത്തത്, what is the parliament? What is the parliament? നമ്മൾ പഠിച്ചു കഴിഞ്ഞു, എന്നാലും മിസ് പറഞ്ഞു തരാം. The parliament is the supreme legislative body of India. ഇന്ത്യയിലെ ഒരു സുപ്രീം ലെജിസ്ലേറ്റീവ് ബോഡിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നത്. It is made up of two houses. രണ്ട് ഹൗസുകൾ ചേർന്നാണ് അത് മെയ്ഡ് ചെയ്തിട്ടുള്ളത്. ആരൊക്കെയാടാ? നമ്മുടെ ലോക്സഭ, രാജ്യസഭ. ലോക്സഭയും രാജ്യസഭയുമാണ്. അവിടൊക്കെ ഇവിടെ ഒരു ഇതുണ്ട് മക്കളെ, ഒരു മിനിറ്റ് ഇടാ, ഒരു മിനിറ്റ്. ലോക്സഭയും രാജ്യസഭയും, ഓക്കെടാ, ലോക്സഭയും രാജ്യസഭയും ചേർന്നിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. ലോക്സഭ എന്ന് പറയുന്നത് എന്താണ്? ഹൗസ് ഓഫ് ദ പീപ്പിൾ ആണ്. രാജ്യസഭയോ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അപ്പം എന്താ നമ്മൾ പറഞ്ഞത്? എന്താണ് പാർലമെന്റ് എന്നാണ് ചോദിച്ചിരുന്നത്. എന്തായിരുന്നു ഇവിടെ പാർലമെന്റ്? പാർലമെന്റ് ഈസ് ദ സുപ്രീം ലെജിസ്ലേറ്റീവ് ബോഡി ഓഫ് ഇന്ത്യ. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടു ഹൗസസ്, ലോക്സഭ ആൻഡ് രാജ്യസഭ. ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. വൈ ഡു വി നീഡ് എ പാർലമെന്റ്? എന്തിനാണ് നമുക്കൊരു പാർലമെന്റ്? പാർലമെന്റ് ആവശ്യം എന്താണ് നോക്കാലേ. The parliament is important because it is the institution that make a law for the country. പാർലമെന്റ് എന്ന് പറയുന്നത് എന്താടാ? ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു കൂട്ടരാണ് അല്ലേ? ബിക്കോസ് ഇറ്റ് ഈസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്തു ചെയ്യുന്നത്? ദാറ്റ് മേക്ക് ലോ ഫോർ ദ കൺട്രി. നമ്മുടെ കൺട്രീസിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ലോസും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ആര് എന്ന് പറയുന്നത്? പാർലമെന്റ് എന്ന് പറയുന്നത്. It is also responsible for holding the government accountability and ensuring that it works in the best interest of the citizen. അതേപോലെ വേറൊരു ഡ്യൂട്ടി എന്താണ് ഗവൺമെന്റിന്റെ പാർലമെന്റിന്റെ വേറെ ഡ്യൂട്ടി എന്താ? ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രോപ്പർ ആണോ? അതെന്താ? ഗവൺമെന്റ് അവരെ എൻഷുർ ചെയ്യും. അവരുടെ വർക്കൊക്കെ പ്രോപ്പർ ആയിട്ടാണോ നടക്കുന്നത്? അല്ലെങ്കിൽ ആ സ്ഥലത്തിലുള്ള സിറ്റിസന്റെ ഇഷ്ടത്തോടു കൂടെ അവരെ ഏറ്റവും ബെസ്റ്റ് ഇൻട്രസ്റ്റ് തന്നെയാണോ അവർ നോക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ജോലി ഇവിടെ ആർക്കുണ്ട്? നമ്മുടെ പാർലമെന്റിനുണ്ട്. അപ്പൊ നോക്കിക്കേ, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ പാർലമെന്റ്? പാർലമെന്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയായിരുന്നു എടാ? സം ഓഫ് ദ മേജർ ഫങ്ഷൻ ഓഫ് ദ പാർലമെന്റ് എന്തൊക്കെയാടാ? ഒന്ന് ലെജിസ്ലേറ്റീവ് ഫങ്ഷൻ ഉണ്ട്, ലെജിസ്ലേറ്റീവ് കാര്യങ്ങൾ നോക്കണം. ഫിനാൻഷ്യൽ കൺട്രോൾ ഉണ്ട്, പ്രൊവൈഡിങ് ആൻഡ് എക്സൈസിങ് കൺട്രോൾ ഓവർ ദ ക്യാബിനറ്റ്. ദെൻ ക്രിട്ടിക്കൽ അസസ്മെന്റ് ഓഫ് വർക്ക് ഓഫ് ദ ക്യാബിനറ്റിന്റെ വർക്കൊക്കെ ക്രിട്ടിക്കൽ അസസ്മെന്റ് നടത്തണം. അതേപോലെ റോൾ ഓഫ് ഒപ്പോസിഷൻ പാർട്ടിൻ്റെത്. ദെൻ ആൻ ഓർഗൻ ഓഫ് ഇൻഫർമേഷൻ, ഒരു ഇൻഫർമേഷൻ ഓർഗനായിട്ട് പ്രവർത്തിക്കണം. കോൺസ്റ്റിറ്റ്യൂഷണൽ ഫങ്ഷൻസ് നടപ്പാക്കണം. ജുഡീഷ്യൽ ഫങ്ഷൻസ് നടപ്പാക്കണം. ആൻഡ് ഇലക്റ്റീവ് ഫങ്ഷൻസ്, ദാറ്റ് മീൻ ഇലക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ആ ഒരു ഡ്യൂട്ടിയുടെ ആർക്കുണ്ട്? നമ്മുടെ പാർലമെന്റിനുണ്ട്. ക്ലിയർ ആയില്ലേ? പാർലമെന്റിന്റെ ഫങ്ഷൻസ് പഠിച്ചില്ലേ? അപ്പൊ അടുത്തതിലേക്ക് നമുക്ക് പോകാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലോക്സഭ ആൻഡ് രാജ്യസഭ? നമ്മൾ പറഞ്ഞു പാർലമെന്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ടു ഹൗസസ്,
ലോക്സഭ, രാജ്യസഭ. അപ്പൊ ലോക്സഭയും രാജ്യസഭയും എന്താണെന്ന് നോക്കിയാലോ. ലോക്സഭ ഇസ് ദ ലോവർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് ആൻഡ് റെപ്രസെന്റ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ലോക്സഭ എന്ന് പറയുന്നത് പാർലമെന്റിന്റെ ലോവർ ഹൗസ് ആണ്. അവരെന്താണ് പീപ്പിളിനെ റെപ്രസെന്റ് ചെയ്ത് ഇന്ത്യൻ പീപ്പിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളായിരിക്കും അവിടെ കാണാം. മെമ്പേഴ്സ് ഓഫ് ലോക്സഭ ആർ ഡയറക്ട്ലി ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ. ജനങ്ങളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ആയിരിക്കും നമ്മളെ ലോക്സഭയിൽ ആളുകളെ കൊണ്ടുവരാം. മെമ്പർ ഓഫ് എന്ന് പറയാം, അവർ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവരും. നോക്കിക്കേ, രാജ്യസഭ ഈസ് ദ അപ്പർ ഹൗസ് ഓഫ് ദ പാർലമെന്റ്. പാർലമെന്റിന്റെ അപ്പർ ഹൗസ് ആണ് രാജ്യസഭ എന്ന് പറയുന്നത്. ആൻഡ് റെപ്രസെന്റ് ദ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ. നമ്മുടെ സ്റ്റേറ്റിനെയും അതേപോലെ തന്നെ സ്റ്റേറ്റിലെ യൂണിയൻ ടെറിട്ടറീസിനും റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളായിരിക്കും അവിടെ ഉണ്ടാവുക. മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആർ ഇലക്റ്റഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അതായത് ഓരോ സ്ഥലത്തുള്ള ഓരോ സ്റ്റേറ്റിലെയും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പേഴ്സിൽ നിന്നാണ് ഇവിടേക്ക് രാജ്യസഭയിലേക്ക് ആളുകളെ എന്ത് ചെയ്യുന്നത്, ഇലക്ട് ചെയ്യുന്നത്. ലോക്സഭയിലേക്ക് മാത്രമേ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആളുകളെ നമുക്ക് ഇലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വോട്ട് ചെയ്താക്കാൻ പറ്റുകയുള്ളൂ. ക്ലിയർ ആയില്ലടാ? അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ഹൗ ആർ ദ നമ്പർ ഓഫ് ലോക്സഭ? How are the members of Lok Sabha elected? എങ്ങനെയാണ് ലോക്സഭയിലെ മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുന്നത്? The members of Lok Sabha are directly elected by the people of India through a process called general election. General election എന്ന പ്രോസസ്സിലൂടെ ഡയറക്ട്ലി ആളുകൾ എന്ത് ചെയ്യും, ലോക്സഭയിലേക്ക് ഇതാക്കും. മെമ്പറായിട്ട് ലോക്സഭയിലേക്ക് എന്ത് ചെയ്യും, നമുക്ക് റെപ്രസെന്റേറ്റീവ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇലക്ട് ചെയ്യാം. The election are held every 5 years. ഓരോ 5 വർഷം കൂടുമ്പോഴാണ് elections നടക്കുന്നത്. Unless dissolved earlier and are conducted by the Election Commission of India. The country is divided into numerous constituencies. ഓരോ കൺട്രീസും ഓരോ കോൺസ്റ്റിറ്റ്യുവൻസീസ് ചെറിയ ചെറിയ ന്യൂമറസ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിട്ട് നിയോജക മണ്ഡലങ്ങളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. And each constituency elect one member to the Lok Sabha. എന്താണ്, ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിന്നും ഒരു മെമ്പർ എന്ത് ചെയ്യും, ലോക്സഭയിലേക്ക് ഇലക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ? ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ പാർലമെന്റ് എന്താ, മേക്കിംഗ് ഓഫ് ലോ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ, പാർലമെന്റ് എന്താ മേക്കിംഗ് ഓഫ് ലോസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ ഇത്രയും കാര്യങ്ങളുള്ളൂ. ഐ ഹോപ്പ് നിങ്ങൾ എല്ലാവരും സെറ്റായിട്ടും പവറായിട്ട് ഇരിക്കുന്നത് മിസ്സിന് മനസ്സിലായി. നാളെ ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട്, കോണ്ടന്റ് വീഡിയോ ആയിട്ട് മിസ് വരുന്നുണ്ട്. അതുകൂടെ എന്റെ മക്കൾ കാണണം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി, അതേപോലെ തന്നെ ഈ ചാപ്റ്ററിലെ 1 വേർഡ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് മിസ് നാളെ വരുന്നതായിരിക്കും. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും റെഡി ആയിട്ട് നാളെ ഇരിക്കണം. പാർലമെന്റിനെ കുറിച്ചൊക്കെ മിസ് നാളെ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ലൈവ് നമ്മൾ എന്താണ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ഓൾ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് അസ്. ഒരു കാര്യം കൂടി പറയാൻ മറന്നേ, ക്ലാസ് കഴിഞ്ഞ് ഇപ്പൊ നിങ്ങളെ ലൈവ് ചാറ്റ് ഒന്നും മിസ്സിന് കാണാൻ പറ്റില്ല, സ്പീഡ് പോലോ. ക്ലാസ് കഴിഞ്ഞ് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇന്നത്തേക്ക് നമ്മളെ ക്ലാസ്